മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മി ഒഴിഞ്ഞുപോയ കമലേശ്വരൻ തറവാട്ടിലേക്ക് തിരികെ വന്ന കരുണയാണെങ്കിൽ വീണ്ടും ഉണ്ണിയായിട്ട് ഉടക്കി. കാരണം പ്രഗ്നൻ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ഉണ്ണി നിയന്ത്രണം വിട്ട് ഓരോന്നും സംസാരിച്ചതിൻ്റെ പേരിൽ ബന്ധം ഉപേക്ഷിച്ച് പോയതാണ് കരുണ. തൻ്റെ അച്ഛൻ കാരണമാണ് ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ മരിച്ചതെന്നും അതിനെ തുടർന്നാണ് ഉണ്ണിയേട്ടൻ്റെ അമ്മയും ഉണ്ണിയേട്ടനും സഹോദരിയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ കാരണക്കാരായത് എന്നുള്ള സത്യം മനസ്സിലാക്കി തിരികെ കമലേശ്വരത്തേക്ക് ഉണ്ണിയുടെ ഭാര്യയായിട്ട് വന്നു. എങ്കിലും ഉണ്ണിയോട് വലിയ സ്നേഹമോ താല്പര്യമൊന്നുമില്ല. ഒരു ഭാര്യ എന്നോണം അവിടെ താമസിക്കുന്നു എന്നതിനപ്പുറം കരുണയും ഉണ്ണിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പറയാം. അതിനിടയ്ക്ക് ഉണ്ണിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ മൊത്തത്തിൽ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പിന്നാലെ നടക്കുന്നു. മഹാലക്ഷ്മിയുമായിട്ട് ബന്ധം ഉപേക്ഷിച്ച കണ്ണനാണെങ്കിൽ തൻ്റെ സ്വത്തുവകകളിൽ നിന്നും അല്ലെങ്കിൽ കുറേ ഗിഫ്റ്റായിട്ടും സ്വർണമായിട്ടും ഒക്കെ കരുണയ്ക്കും അമ്മയ്ക്കും ഒക്കെ സമ്മാനം കൊണ്ട് കൊടുക്കുമ്പം അതിനപ്പുറം അവർ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മഹാലക്ഷ്മി ഒഴിഞ്ഞുപോയി മാത്രമല്ല കണ്ണേട്ടൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഇപ്പം തങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമെന്നുള്ളൊരു സന്തോഷത്തിലാണ് കരുണയും ദുർഗയൊക്കെ കഴിയുന്നത്. എന്നാൽ ആ ഒരു കാര്യം ഉണ്ണിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഉണ്ണിക്ക് മനസ്സിലാകുന്നുണ്ട് ഇതൊക്കെ ഒരു ചതിയുടെ ഭാഗമാണ്, അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നതെന്നുള്ള കാര്യം ഉണ്ണിക്ക് ബോധ്യമാകുന്നെങ്കിലും തൽക്കാലം കരുണയ്ക്കും ദുർഗയ്ക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഉണ്ണിയുടെ സംശയം പറയുമ്പം ദുർഗ തന്നെ ഉണ്ണിയെ ശകാരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഒന്നും പറയുന്നില്ല, മകനായിപ്പോയില്ലേ, ചുമ്മാ ഈ സമയത്ത് കണ്ണനെ വെറുപ്പിക്കാൻ നോക്കാതെ, ആ മോള് പറയുന്ന സത്യ, എപ്പോഴും നീ കണ്ണൻ്റെ പിന്നാലെ സംശയമായിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ജോലിയും കൂലിയും ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയാം. ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നേട്ടം പോലും ഇല്ലാണ്ടായി മാറും. നിന്റെ പെങ്ങളെ കണ്ടുപിടിക്കുക, അവളാണെങ്കിൽ ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കുന്നില്ലേ, നിന്നെ അതൊക്കെ ഞാൻ ഇനി എത്ര തവണ പറഞ്ഞു തന്നാൽ നീ മനസ്സിലാക്കും എന്നൊക്കെ പറയുമ്പം അറിയാത്തവർ അധികം താമസിക്കാതെ എല്ലാം അറിഞ്ഞോളും, അപ്പോഴും അമ്മ ഇങ്ങനെ തന്നെ സംസാരിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ കണി ഒരുക്കി കരുണയാണെങ്കിൽ കണ്ണേട്ടൻ്റെ റൂമിലേക്ക് കൊണ്ടുവരുന്നു. കണ്ണൻ്റെ വിഗ്രഹവും താലത്തിൽ കുറേ വിഷുക്കണിയും റെഡിയാക്കിയിട്ട് ഇത്തവണത്തെ വിഷുക്കണി ഗംഭീരമായിരിക്കണം, മഹാലക്ഷ്മി ഒഴിഞ്ഞു പോയതിന് ശേഷമുള്ള ആദ്യത്തെ വിഷുക്കണി ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒന്നിനും ഒരു കുറവ് വന്നെന്ന് കണ്ണേട്ടന് തോന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് കരുണയാണെങ്കിൽ കണ്ണേട്ടൻ്റെ റൂമിലേക്ക് വരുന്നത്. കൂടെ ദുർഗയുണ്ട്. അതിനു മുമ്പേ തന്നെ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ മഹാലക്ഷ്മി റെഡിയാക്കിയ വിഷുക്കണി കണ്ടിട്ടാണ് കണ്ണേട്ട ഇരിക്കുന്നത്. കാരണം കരുണയൊരുക്കിയ വിഷുക്കണി കാണാൻ കണ്ണേട്ടന് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഡോർ വന്ന് തട്ടുന്ന സമയത്തും വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം ഡോറ് പോയി തുറന്ന് കരുണയൊരുക്കിയ വിഷുക്കണിയാണെങ്കിൽ കണ്ടു എന്ന് ബോധിപ്പിക്കുന്നുണ്ട് അവരെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കരുണയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നു. മാത്രമല്ല ദുർഗയ്ക്കും നല്ലൊരു വിഷു കൈനീട്ടം കണ്ണനാണെങ്കിൽ ദുർഗയ്ക്കും കരുണയ്ക്കും കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം സന്തോഷത്തോടെ സ്വന്തം റൂമിലേക്ക് ഭർത്താവിന് വിഷുക്കണി കാണിക്കാനായിട്ട് കരുണ ചെല്ലുമ്പോഴത്തേക്കും വിഷുക്കണി കണ്ടു എന്നല്ലാതെ കൈനീട്ടോ സമ്മാനമോ ഒന്നും കൊടുക്കുന്നില്ല. അതൊക്കെ ചോദിച്ചു മേടിക്കേണ്ട അവസ്ഥയാണ് കരുണയ്ക്കുള്ളത്. എന്തായാലും നിങ്ങളെക്കായും എന്ത് ഭേദം കണ്ണേട്ടനാ. കണ്ണേട്ടനോട് യാതൊന്നും ചോദിക്കണ്ട, എല്ലാം കണ്ടറിഞ്ഞ് നമ്മുടെ മനസ്സറിഞ്ഞ് എല്ലാം ചെയ്തു തരും. നിങ്ങളെപ്പോലൊരു പിശുക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. വിഷു ദിവസം പോലും കൈനീട്ടം ചോദിച്ചു മേടിക്കേണ്ട അവസ്ഥ. ഒരു പെണ്ണുങ്ങൾക്കും വരാൻ പാടില്ല എന്നൊക്കെ പറയുമ്പം നിനക്കിപ്പം എല്ലാ അർത്ഥത്തിലും കണ്ണേട്ടനോട് മാത്രമാണല്ലോ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, കണ്ണേട്ടനെ തന്നെ വിവാഹം കഴിച്ചോ എന്ന് തമാശയ്ക്ക് കുത്തി നോക്കുന്നുണ്ട്. നിങ്ങളങ്ങനെ കുത്തി പറഞ്ഞതാണെന്ന് എനിക്കറിയാം. വേണ്ടി വന്ന കണ്ണേട്ടനെ വിവാഹം കഴിക്കുന്നതിനും എനിക്ക് യാതൊരു മടിയില്ല. നിങ്ങളും കണ്ണേട്ടനും ഒരു വ്യത്യാസവുമില്ല. കണ്ണേട്ടന് നടക്കാൻ സാധിക്കത്തില്ല എന്നൊരു മാറ്റമല്ലാതെ നിങ്ങളെക്കായും ബുദ്ധിയും പണവും സമ്പത്തും എല്ലാം കണ്ണേട്ടനാ ഉള്ളത്. വേണ്ടി വന്ന കണ്ണേട്ടനെ വിവാഹം കഴിക്കുന്നതിനും എനിക്ക് യാതൊരു മടിയില്ല. മഹാലക്ഷ്മി ഒഴിഞ്ഞു പോയല്ലോ കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ണിയാണെങ്കിൽ നന്നായിട്ട് ദേഷ്യത്തോടെ കരുണയെ തന്നെ നോക്കിയിരിക്കുന്നു. എന്നെ നോക്കി പേടിപ്പിക്കാനൊന്നും വിചാരിക്കേണ്ട എന്നും പറഞ്ഞ് കരുണയാണെങ്കിൽ റൂമിൽ നിന്ന് പോകുന്നു. അതേസമയം ക്ഷേത്രത്തിലേക്ക് കണ്ണേട്ടൻ വരുമെന്നും പറഞ്ഞിട്ട് മഞ്ജു ആണെങ്കിൽ മഹാലക്ഷ്മി നല്ല ഗംഭീരമായിട്ട് ഒരുക്കുന്നുണ്ട്. അപ്പം മഞ്ജുവിനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇത്രയും ഭംഗിയായിട്ട് ഒരുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇന്ന് ഞങ്ങളുടെ കല്യാണമൊന്നും അല്ലല്ലോ. അല്ല ഏട്ടത്തി, എന്തായാലും കണ്ണേട്ടൻ ക്ഷേത്രത്തിൽ വരുമെന്നല്ലേ പറഞ്ഞത്. ഏട്ടത്തി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി ചെന്ന് കഴിഞ്ഞാൽ സന്തോഷത്തോടെ കണ്ണേട്ട ഒരു അല്പം നേരം നോക്കി നിന്നോട്ടെ എന്നൊക്കെ തമാശ മട്ടിന് പറയുന്നു. അതേസമയം സാഗർ ആണെങ്കിൽ അനന്തുവിനോട് ചോദിക്കുന്നു, ഇന്ന് കണ്ണേട്ടൻ വരത്തില്ലേ? വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൗകര്യം സമയവും നോക്കി രഹസ്യമായിട്ട് വരുന്നതായതുകൊണ്ട്
എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പം മോഹിനിയമ്മയെ കാണുന്നുണ്ട് സന്തോഷത്തോടെ. മഞ്ജുവും നമ്മുടെ മോഹിനിയമ്മയും മഹാലക്ഷ്മിയൊക്കെ സംസാരിച്ച് നിൽക്കുന്നത് കാണിക്കുന്നു. ഇനി അങ്ങോട്ടേക്കും കാണാം നമ്മുടെ കരുണയും അതുപോലെ ദുർഗയും വരുമോ എന്നറിയില്ല. എന്തായാലും മഞ്ജുവായിട്ട് നിൽക്കുന്ന മഹാലക്ഷ്മിയെ കണ്ടിട്ട് ദുർഗ പൊട്ടിത്തെറിക്കാതിരിക്കില്ല. കാത്തിരിക്കാൻ എന്താകുമെന്ന്.